വലിയ വായിൽ പ്രസംഗം നടത്തുന്നു. രാഹുൽ ഗാന്ധിയെ നിഷ്പ്രയാസം ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു. ഇനി അമേഠിയിൽ രാഹുൽ ഗാന്ധി എന്നല്ല കോൺഗ്രസിന്റെ ആര് വന്നാലും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന വീരവാദം മുഴക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1,70,70,000 വോട്ടുകൾക്ക് കോൺഗ്രസിന്റെ കിഷോരിലാൽ സ്മൃതി ഇറാനിയെ കെട്ടുകെട്ടിക്കുന്നു. സ്മൃതി ഇറാനിയെ സഹായിക്കുന്നത് മാത്രമല്ല, അവരെ പോലെ നിരവധിയായ BJP-ക്കാരെ ഉത്തർപ്രദേശിൽ വിജയിപ്പിക്കാനുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അമിത്ഷാ നടത്തിയതിന് പിന്നിലെ പിന്നാമ്പുറ കഥ അറിഞ്ഞോ അറിയാതെയോ സ്മൃതി ഇറാനി ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഞെട്ടൽ ഉളവായിരിക്കുകയാണ്. സ്മൃതി ഇറാനി നേരത്തെ ഒരു അഭിമുഖത്തിന് പുറത്തുവിട്ട സംഭാഷണം അത് വലിയ രീതിയിൽ ഇപ്പോൾ BJP-യെ വെട്ടിലാക്കിയിരിക്കുകയാണ്. വിദേശ സഹായം BJP തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ വേണ്ടി സ്വീകരിച്ചു എന്നുള്ളത് സ്മൃതി ഇറാനിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസും പരസ്യമായി പോസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള പരസ്യമായ സ്റ്റാറ്റസുകൾ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ BJP വളരെ ഗൗരവപൂർവ്വം എടുക്കുന്ന വിഷയമാണിത്. അതീവ ഗോപ്യമായി, അതായത് രഹസ്യമായി മാത്രം BJP ഇത്തരത്തിൽ ധനസഹായം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കാത്തു സൂക്ഷിക്കുമ്പോൾ സ്മൃതി ഇറാനിയെ പോലുള്ളവർ അത് പരസ്യപ്പെടുത്തുന്നത് വഴി BJP കൂടുതൽ വെട്ടിലാവുകയാണ്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള രഹസ്യ ഡീലുകൾ, വിദേശ രാജ്യങ്ങളിലെ ഏജൻസികളുമായി നടത്തുന്ന ഡീലുകൾ, അത് വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്രെഡിറ്റ് മാർക്കറ്റിലെ ചില അട്ടിമറികൾക്ക് സഹായം ചെയ്തു കൊടുക്കലിന്റെ ഭാഗമാണ് എന്നുള്ളത് മാധവി പുരീബുച്ച് അടക്കമുള്ളവർ കാലാകാലങ്ങളിലായി തെളിയിക്കുന്നു എന്ന ആരോപണം ശക്തമായി നിൽക്കുകയാണ്. അവിടെയാണ് സ്മൃതി ഇറാനി ഇതിനൊരു വെൽ കണക്റ്റഡ് പ്ലാൻ എന്താണ് എന്നുള്ളത്, BJP-യുടെ ഈ പിന്നാമ്പുറ കഥ എന്താണെന്നുള്ളത് കൃത്യമായി തെളിവ് സഹിതം പുറത്തുവിട്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് സ്മൃതി ഇറാനി ചെയ്തത് BJP-യെ ദ്രോഹിക്കാൻ വേണ്ടിയാണോ, BJP-യിൽ നിന്ന് ആനുകൂല്യമൊന്നും തന്നെ കിട്ടാത്തത് കൊണ്ട് അവരെ താറടിക്കാൻ വേണ്ടിയാണോ എന്ന ചോദ്യം ഇപ്പോൾ അമിത്ഷാ അടക്കമുള്ളവർ പാർട്ടി യോഗങ്ങളിൽ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തു തന്നെയായിരുന്നാലും അത് BJP-യുടെ രാഷ്ട്രീയ ഭാവിയെ തുലയ്ക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതീവ രഹസ്യമായാണ് BJP ഇത്തരത്തിൽ ഇലക്ഷൻ അട്ടിമറിക്ക് വേണ്ടിയുള്ള രഹസ്യ നീക്കങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുകളുള്ളത്. ആ റിപ്പോർട്ടുകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആരോപണ വിധേയമാകുമ്പോഴും അതിനെപ്പറ്റിയുള്ള തെളിവുകൾ സാധാരണ പ്രതിപക്ഷത്തിന് ലഭിക്കാറില്ല. ഇത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നേരെ കൊണ്ട് തെളിവ് വെക്കുന്നതിന് തുല്യമായി സ്മൃതി ഇറാനിയുടെ ഈ മണ്ടൻ തീരുമാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് BJP നിരാശയോടെ ഇപ്പോൾ പറയുന്നത്.